ഹലോ ഗൈസ്, എല്ലാവർക്കും ദക്ഷ ആൻഡ് മീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കല്യാണിക്കുട്ടിയുടെ അംഗനവാടിയിലെ ഹെൽപ്പറായ മേരി ടീച്ചറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പണ്ട് മുതൽ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഒരു ഉച്ച കഴിഞ്ഞായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2 മണിയായപ്പോഴത്തേനും. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ. മേരി ടീച്ചറിനെ വളരെ ഗംഭീരമായ രീതിയിലേക്ക് സ്റ്റേജിലേക്കൊക്കെ വിളിച്ചു. പിന്നെ നമ്മൾ ഈശ്വര പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു യോഗം സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ അതിൽ നമ്മുടെ മെമ്പറും ഒരുപാട് വിശിഷ്ട വ്യക്തികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മൾ സ്ഥാനം കൊടുത്തു. മേരി ടീച്ചറിനെ പറ്റി അംഗനവാടിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. 26 വർഷമാണ് ടീച്ചർ ഈ ഒരു അംഗനവാടിയിൽ സേവനം അനുഷ്ഠിച്ചത് കേട്ടോ. മേരി പി എമ്മിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടിയാണ് ഇതിനോടകം നമ്മൾ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ആ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ സ്ലിപ്പ് കൊടുക്കുന്ന സമയം മുതൽ നമുക്കിങ്ങനെ ഒരു ചടങ്ങുണ്ട്, നമുക്കത് നന്നായിട്ട് നടത്തണം എന്നുള്ള ഒരു മെസ്സേജുമായിട്ടാണ് ഞാൻ ഇലക്ഷന് സ്ലിപ്പ് വിതരണം നടത്തിയത് തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചത്, അതായത് ഈ അംഗനവാടി തുടങ്ങിയിട്ട് ഏകദേശം 26 വർഷങ്ങളായി. 2000 ഞാൻ പറഞ്ഞ് ഒരുപാട് നിങ്ങൾ കേട്ട ഒരു രത്ന ചുരുക്കമാണിത്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ ആനിവേഴ്സറി നടത്താറുണ്ട് അംഗനവാടിയുടെ. അപ്പൊ ഈ രത്ന ചുരുക്കം ഞാൻ വീണ്ടും മഞ്ജുള ടീച്ചറും മേരി ടീച്ചറും 26 വർഷമാണ് ഒരുമിച്ചിട്ടോ ജോലി ചെയ്തത്. അതൊരു നിസ്സാര കാലയളവല്ല, ഒരുപാട് വർഷമാണ്. അതും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ശാസിച്ചും വഴക്ക് പറഞ്ഞും അവരുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് അങ്ങനെ ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രശംസിച്ചു. അതുമല്ല, ടീച്ചറിന് ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പറിനായിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ടീച്ചറിന് നമ്മൾ പൊന്നാണി അടിഞ്ഞും അതുപോലെ മൊമന്റോ ഒക്കെ നൽകി നമ്മൾ ആദരിച്ചിട്ടുണ്ടായിരുന്നേ. നൽകിയ ഒരു ചെറിയ ഉപഹാരത്തെ ടീച്ചറിനെ ആദരിക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ കൊടുത്ത ടീച്ചർ പറഞ്ഞ ചെറിയ ഉപഹാരം പേരൊന്നുമല്ല കേട്ടോ, ഒരു സ്വർണ്ണ കോയിനാണ്. എല്ലാവരും അറിയിക്കുക. നമ്മുടെ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഇങ്ങോട്ട് വരണം കേട്ടോ. പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂടെ ഒരു സഹകരണത്തോടെയാണ് നമുക്കിത് 2000 പഠിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ സഹായിച്ചതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഉപഹാരമാണ് എങ്കിലും ഞങ്ങളെ എല്ലാവരുടെയും മനസ്സാണ്, സ്നേഹമാണ്, സന്തോഷമാണ്. നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ 3-ാം വാർഡിന്റെ മെമ്പറുമായ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളിയായ നമ്മുടെ സുഷമ ടീച്ചറും ഒരു മൊമെന്റോ നൽകി ടീച്ചറിനെ ആദരിക്കുന്നു.
ഈ ഒരു ഫംഗ്ഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥിനി പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ഒരു അംഗനവാടിയിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ഈ നീരൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അംഗനവാടി എന്ന് പറയുന്നത് നീരൂരത്തെയാണ്. എപ്പോഴും കുട്ടികൾ കാണും. അതായത് ഇപ്പൊ തന്നെ 18 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ എപ്പോഴും 32ഉം 18ഉം 15ഉം അങ്ങനെ പിള്ളേര് കുറയാറുമില്ല. ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള അംഗനവാടി എന്ന് പറയുന്നത് നമ്മുടെ അംഗനവാടിയാണ്. അതുപോലെ തന്നെയാണ് ബെസ്റ്റ് ടീച്ചറിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പറിനും 2 പേർക്കും ഒരുപോലെ അവാർഡ് കിട്ടിയതും നമ്മുടെ ഈ അമ്പലമ്പടി അംഗനവാടിയിലാണ്. പിന്നെ എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ ഐസ്ക്രീമും കഴിക്കാനായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതുപോലെയുള്ളൊരു അംഗനവാടിയിൽ നമ്മുടെ കുഞ്ഞു മക്കൾ പഠിക്കുക എന്ന് പറയുന്നത് അവർക്കും ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവരുടെയും ഒരു ഭാഗ്യം എന്ന് പറയാം. നടന്നൊരു പെണ്ണ് കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരും. ഇഞ്ചിക്കറി കൂട്ടണം. ഞാനൊരു ചോറ്റുപാത്രം നിറയെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേരിയുടെ വീട്ടിൽ കൊണ്ട് ഞാൻ കൊടുക്കാനിരിക്കുകയാണ്. മേരി ടീച്ചറിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടോ. കാരണം പൂർവ്വ വിദ്യാർത്ഥിനി കുട്ടികളും അങ്ങനെ അമ്മമാരും ഒക്കെ വന്നവരെല്ലാം ഓരോ സമ്മാനങ്ങളായിട്ടാണ് വന്നത്. അപ്പൊ അതെല്ലാം കൊടുത്തു കേട്ടോ. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ 4 നീല പന്തലിട്ടു വാനിലമ്പിളി. നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. 4 നീല പന്തലിട്ടു വാനിലമ്പിളി. നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. ഏകയായി രാഗലോലയായി എന്റെ ജയ ഹേ ഭാരത ഭാഗ്യവിദാത. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ. തവ ശുഭ നാമേ ജാഗേ തവ ശുഭ. മേരി ടീച്ചറിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടോ. പൂർവ്വ വിദ്യാർത്ഥിനി കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ നമ്മളുടെ അംഗനവാടിയിലെ കുട്ടികളുടെ അമ്മമാരും പിന്നെ കുറച്ച് പേരെ ഇതും കൂടെ കൂട്ടി നമ്മൾ ഒരു ഗോൾഡ് കോയിനാണ് ടീച്ചറിന് മേടിച്ചു കൊടുത്തത്. അങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ അടിപൊളിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു. ലാസ്റ്റ് പിള്ളേരും ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ. ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പം മഞ്ജുള ടീച്ചറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മേരി ടീച്ചർ ഒരുമിച്ച് 26 വർഷം കൂടെ നിന്നല്ല. അപ്പൊ ഇതുപോലൊരു നല്ലൊരു രീതിയിൽ ഫംഗ്ഷൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ പിരിക്കാനെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് എന്തായാലും നല്ല രീതിയിൽ നടന്നു. അങ്ങനെ ടീച്ചർമാരൊക്കെ ആയിട്ട് ഭയങ്കര ഡാൻസ് ആണേ. അങ്ങനെ മേരി ടീച്ചറുടെ ഫംഗ്ഷൻ അടിപൊളിയായ രീതിയിൽ അവസാനിച്ചു കേട്ടോ. പാട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ നേരെ മേരി ടീച്ചറിന്റെ വീട്ടിലേക്ക് വന്നു. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വിടണല്ലോ. അങ്ങനെയാണ് റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഒക്കെ നടത്തുന്നത്. അങ്ങനെ ടീച്ചറിന് 2-3 പേരും കൂടെ മാത്രമേ വീട്ടിൽ പോയുള്ളൂ. അങ്ങനെ ടീച്ചറിന്റെ ബൊക്കെ എല്ലാം കൊടുത്തു ടീച്ചറിന്റെ വീട്ടിലേക്ക് ടീച്ചറിനെ ആനയിച്ചു കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.